രാത്രി 9:30 കൊല്ലത്തെത്തുന്ന അമൃത എക്സ്പ്രസ്സിലാണ് ഞാൻ പളനിക്ക് പോയത്. ഒറ്റയ്ക്കുള്ള യാത്രയായിരുന്നു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഈ പളനി യാത്ര. അതുകൊണ്ട് തന്നെ സ്ലീപ്പർ ടിക്കറ്റ് ലഭിച്ചില്ല. ലോക്കൽ കമ്പാർട്ട്മെന്റിലാണ് യാത്ര. കൊല്ലത്തുനിന്ന് കയറിയപ്പോൾ തന്നെ ഇരിക്കാൻ സീറ്റ് ലഭിച്ചിരുന്നു. രാത്രി 1 മണിക്ക് ശേഷമാണ് കിടക്കാനുള്ള സ്ഥലം കിട്ടിയത്. 180 രൂപയ്ക്ക് ഇത് തന്നെ ധാരാളമാണ്. രാവിലെ 7 മണിക്ക് പളനി എത്തുമെന്നാണ് കരുതുന്നത്. പളനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബസ്, ആട്ടോ, കുതിരവണ്ടി എന്നിങ്ങനെ 3 സംവിധാനങ്ങൾ ലഭിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉറങ്ങി എണീറ്റപ്പോൾ സമയം 6 മണി. നല്ലതുപോലെ വെളിച്ചം വന്നിരിക്കുന്നു. മനോഹരമായ തമിഴ്നാടൻ കാഴ്ചകൾ, കൃഷിസ്ഥലങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ. തെങ്ങ് കൃഷി വളരെ നല്ല രീതിയിൽ തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല കറുത്ത മണ്ണ്, അതിനിടയിൽ കാറ്റാടിപ്പാടങ്ങൾ എത്തിക്കഴിഞ്ഞു. നിരനിരയായ കാറ്റാടിപ്പാടങ്ങൾ. കാറ്റിൻ്റെ ലഭ്യത ഇവിടെ വളരെ കൂടുതലായിരിക്കാം. തമിഴ്നാട്ടിൽ പൊതുവെ കാറ്റാടിപ്പാടങ്ങളുണ്ടല്ലോ. നമുക്ക് പളനി അമ്പലത്തിൽ നിൽക്കുമ്പോൾ ഈ കാറ്റാടിപ്പാടങ്ങൾ നല്ല രീതിയിൽ കാണാൻ കഴിയും. ഒരു 7:30 മണിയാവുമ്പോൾ ഇത് പളനിയിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ്, തണുത്ത കാലാവസ്ഥ. രാത്രി ഫുൾ മഴയായിരുന്നതിനാൽ നല്ലപോലെ ഉറങ്ങി. എന്തായാലും പളനിയിലെത്തിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. 7:30 ആയപ്പോൾ ട്രെയിൻ പളനി എത്തി. റെയിൽവേ സ്റ്റേഷന് പുറത്ത് യാത്രക്കാരെ ക്യാൻവാസ് ചെയ്യാനായി ഓട്ടോക്കാർ നിൽപ്പുണ്ട്. കാക്കി ഷർട്ട്, കാക്കി പാൻറ്. ഓട്ടോ ചേട്ടന്മാർ എല്ലാം തന്നെ ഫുൾ യൂണിഫോമിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ചിലർ തോളിൽ ഒരു ടവൽ കൂടി ഇട്ടിട്ടുണ്ട്. അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത കാണിക്കുന്നു. പുറത്ത് ഒരു ബസ് നിൽക്കുന്നുണ്ട്. പളനിയിലോട്ട് പോകാനുള്ള ബസ് ആണത്. അമ്പലത്തിന് മുന്നിൽ തന്നെ നമുക്കിതിൽ പോയാൽ ഇറങ്ങാൻ കഴിയുമെന്ന് ചോദിച്ച് മനസ്സിലാക്കി. നല്ല തിരക്കുണ്ട്. ട്രെയിനിൽ വന്ന മുഴുവൻ യാത്രക്കാരും ബസ്സിൽ പോകാൻ നിൽക്കുന്ന തിരക്കാണ്. കുറച്ച് പേർ ആട്ടോയിൽ പോകുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് കുതിരവണ്ടിയും ലഭിക്കുന്നതാണ്. അമ്പലത്തിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ്സിൽ വന്ന് ഇറങ്ങിയത്. ഏജൻറ്റുമാർ അപ്പോൾ തന്നെ നമുക്ക് ചുറ്റും കൂടി റൂം എടുത്ത് തരാം, കുളിക്കാൻ സ്ഥലമുണ്ട്, അങ്ങനെ അവർ റൂമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ റൂം വേണ്ട, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരെ ദണ്ഡപാണി നിലയത്തിലോട്ട്. പളനി അമ്പലം വകയുള്ള ഒരു ലോഡ്ജിങ് ഫെസിലിറ്റിയാണ് ദണ്ഡപാണി നിലയം. ഇവിടെ അകത്ത് കയറി സ്റ്റാഫുകളുടെ പെരുമാറ്റം വളരെ മോശമാണ്. ഉഡായിപ്പ് എന്ന് നമുക്ക് പറയാം. റൂം തരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന കടയിൽ നിന്ന് ഒരു കാവി കൈലി വാങ്ങി. കൈലി ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. ഒരു പുതിയ കാവി കൈലി വാങ്ങിച്ചായിരുന്നു. ഇവിടെയാണ് ഞാൻ റൂം എടുത്തത്. എനിക്ക് ദണ്ഡപാണി നിലയത്തിൽ റൂം കിട്ടിയില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയതിനാൽ അവർ ഒരാൾക്ക് ഒറ്റയ്ക്ക് റൂം കൊടുക്കത്തില്ല. മിനിമം 2 പേരെങ്കിലും വേണം എന്ന് പറഞ്ഞതിനാൽ ഞാൻ ഇവിടെ വന്നാണ് റൂം എടുത്തത്. ഈ റൂമിന് 600 രൂപയാണ് ആയത്. പിന്നെ ഓൺലൈനിലോ ബാക്കി കൂടുതൽ കിടന്ന് അലയാനൊന്നും നിന്നില്ല. നമുക്ക് അമ്പലത്തിൽ പോകുന്നതാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ റൂം എടുത്തു. ഇപ്പോൾ പളനി ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അതിനാൽ പോണ വഴിയിൽ തന്നെ ഒരു ഫോൺ സൂക്ഷിക്കാനുള്ള അമ്പലം വക സ്ഥലത്ത് ഏൽപ്പിച്ചു. ദർശനം കണ്ടു. ആഹാരമെല്ലാം അമ്പലത്തിൽ നിന്ന് തന്നെ ആയിരുന്നു. ഞാനിപ്പോൾ തിരിച്ചു പോകാനായിട്ട് പളനി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ചോളം മറ്റോ കൊണ്ട് ഇറക്കിയപ്പോഴത്തേക്ക് അത് ട്രെയിനിൽ കൊണ്ടുവന്ന് ഇറക്കി ലോറിയിലോട്ട് ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ്. കുറേയൊക്കെ പൊട്ടി റോഡിലൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല ഒരു യാത്രയായിരുന്നു പളനി. നമുക്ക് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൽ ഒറ്റയ്ക്ക് പോകാം. അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളോ ഫാമിലിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 600 രൂപ എന്നുള്ളത് 300 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടുന്നതായിരിക്കും. പിന്നെ തീർത്ഥാടനം എന്ന രീതിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ആഹാരം പരമാവധി അമ്പലത്തിൽ നിന്ന് നമുക്ക് കഴിക്കാൻ കഴിയും. അമ്പലത്തിൽ അന്നദാനമുണ്ട്. അപ്പം ഞാൻ കഴിച്ചത് അമ്പലത്തിലെ അന്നദാനമാണ്. ക്ഷേത്രത്തിൽ ഫോൺ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ മുകളിൽ കൊണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു സാധനം നിരോധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും പരമാവധി നല്ലത്. അതിനാൽ ഞാൻ ഫോൺ കൊണ്ടുപോയില്ല, താഴത്തിന് വെച്ചിട്ടാണ് പോയത്. വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു. അപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പകൽ കാഴ്ച നല്ല രസമാണ് കേട്ടോ. കോടയൊക്കെ വന്ന് ഇങ്ങനെ ഇറങ്ങി അതൊരു നല്ലൊരു അന്തരീക്ഷം, നല്ല പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്.
അപ്പം നമുക്ക് അമ്പലത്തിലും പോയി ഒരു ദിവസം സ്പെൻഡൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് പളനി എന്നുള്ളത്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയ ചോളം പൊട്ടി വീണതിനകത്ത് തറയിൽ പോയത് തൂത്തുവാരുന്ന കാഴ്ച നമ്മളീ കാണുന്നത് കേട്ടോ.